എന്തായാലും നമ്മോടൊപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് കൂടെ ചേരുന്നുണ്ട്. ശ്രീമതി മേരി ജോർജ്, നമുക്കറിയാം നിലവിലെ സാഹചര്യത്തിൽ സ്വർണ്ണവില ഉയരുകയാണ്. ഇനിയും പിടിച്ചു കിട്ടാൻ പറ്റാത്ത ഉയരത്തിലേക്ക് സ്വർണ്ണവില കുതിക്കുമോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന അഭ്യൂഹമൊക്കെയാണല്ലോ ഇങ്ങനെ കൂടുതൽ സ്വർണം വില ഉയരാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നത്. മാത്രമല്ല, മലയാളികൾ മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നൊരു സംശയം കൂടെയുണ്ട്. മലയാളികൾ മാറി ചിന്തിക്കുന്നതാണ് ഉചിതം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതുവരെ നമ്മുടെ അമേരിക്ക ഇന്ത്യയുടെ മേൽ ചുമത്തിയിരിക്കുന്ന താരിഫ് അത് ആദ്യം 25% 25% 50% ഉയർത്തി. അതായത് ട്രംപ് പറഞ്ഞ ചില ഉപാധികൾ, ഒന്നാമത്തെ ഉപാധി ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങരുത്, അത് പിന്നെ അതുപോലെ രണ്ടാമത്തെ ഉപാധി അമേരിക്കയിൽ നിന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ നമ്മൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യണം. ഇത് രണ്ടും ഇന്ത്യക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ലാത്ത ഉപാധികളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഉപാധികൾ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വളരെ വൈമനസ്യത്തോടു കൂടിയാണെങ്കിലും വലിയ അളവ് വരെ, പൂർണ്ണമായിട്ടും നോ എന്ന് പറഞ്ഞില്ല, വലിയ അളവ് വരെ അതിനോട് വിസമ്മതിച്ചു നിന്നു. അതുകൊണ്ടാണ് ഇതുവരെയും 50% താരിഫിൽ നിന്ന് ട്രംപ് താഴേക്ക് വരാത്തത്. അങ്ങനെ താഴേക്ക് വന്നിട്ടില്ല എന്ന് മാത്രവുമല്ല, ചൈനയോടുള്ള ആറ്റിറ്റ്യൂഡിലും ഒരുപാട് ഇളവ് വന്നിട്ടുണ്ടെങ്കിലും ചൈനയുടെ നേരെയുള്ള താരിഫും വെട്ടിക്കുറയ്ക്കാൻ തയ്യാറായിട്ടില്ല. അപ്പൊ അങ്ങനെ ഈ അമേരിക്കയുടെ താരിഫ് അത് ചൈനയെ ബാധിക്കുന്നതിനേക്കാൾ ഇന്ത്യയെയാണ് ബാധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇത് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യമാണ് അമേരിക്ക. കഴിഞ്ഞ വർഷം വരെ, അതായത് ട്രംപ് വന്ന് ഈ താരിഫ് നയം കൊണ്ടുവരുന്നത് വരെയും ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ട്രേഡ് സർപ്ലസ് തന്നിരുന്ന ഒരു രാജ്യമായിരുന്നു അമേരിക്ക. പെട്ടെന്നാണ്, അതായത് നമ്മുടെ വജ്ര ഡയമണ്ട് ആഭരണങ്ങളൊക്കെ, സ്വർണ്ണ ആഭരണങ്ങളൊക്കെ വലിയ തോതിൽ അമേരിക്കയിലേക്ക് കയറ്റി അയച്ചിരുന്നു. നമ്മുടെ ഡിസൈൻസ് ഒക്കെ അവർക്ക് വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ അയച്ചിരുന്ന ആ സാഹചര്യത്തിലാണ്, അതായത് 0 ഡ്യൂട്ടി ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ട്രംപ് വന്ന് 50% ഡ്യൂട്ടി ആക്കിയപ്പോഴേക്കും ഇതുപോലെയുള്ള തുകൽ ഉൽപ്പന്നങ്ങൾ, അതുപോലെ കൊഞ്ച്, സമുദ്രോൽപ്പന്നങ്ങൾ, ഇവയിലൊക്കെ വലിയ തോതിൽ വിലക്കയറ്റമുണ്ടായി. അതോടെ നമുക്ക് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ നിവൃത്തിയില്ലാതെ വന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? പകരം നമ്മൾ യൂറോപ്യൻ യൂണിയൻ, UK ഇവിടേക്കൊക്കെ വിപണി കണ്ടെത്താനായിട്ട് ശ്രമം നടത്തി, ഒരു പരിധി വരെ കണ്ടെത്തി. പക്ഷേ അതൊന്നും അമേരിക്കൻ വിപണിയോളം വരില്ല. അമേരിക്കൻ വിപണി ഇന്ത്യയെ സംബന്ധിച്ച് അത്ര ബൃഹത്തായ വിപണിയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നമ്മുടെ 2025 ട്രേഡ് ഡെഫിസിറ്റ് $47.7 ബില്യൺ ആയിട്ട് ഉയർന്നു. ഈ അടുത്ത കാലത്തെ ഏറ്റവും വലിയ ട്രേഡ് ഡെഫിസിറ്റ് ആണ്. അപ്പൊ അത് തന്നെ കാണിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ രൂപയുടെ മൂല്യം അമേരിക്കൻ ഡോളറുമായിട്ട് കുറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് അപ്പോൾ ഡോളർ മെച്ചപ്പെടുന്നു, അതുപോലെ സ്വർണത്തിന്റെ വിലയും ക്രമാതീതമായിട്ട് കൂടുന്നു. അത് ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് കൂടാൻ ഒരു കാരണമാണ്. ഈ സ്വർണത്തിൽ വലിയ തോതിൽ ഇന്ത്യക്കാർ സ്വർണം വാങ്ങിക്കൂട്ടി. അതായത് 1000 ടൺ സ്വർണമാണ് ഒഫീഷ്യലായിട്ട് തന്നെ ഇന്ത്യ ഒരു വർഷം വാങ്ങുന്നത്. കേരളത്തിൽ തന്നെ അതിന്റെ 20% വിൽക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ വലിയ തോതിൽ സ്വർണം വാങ്ങിക്കൂട്ടിയത് കൊണ്ട് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ, ഇന്ത്യയും ചൈനയുമാണ് ആ കൂട്ടത്തിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത്, സ്വർണം വാങ്ങിക്കൂട്ടുന്നു എന്നതുകൊണ്ടാണ് സ്വർണത്തിന്റെ വില ആഗോള തലത്തിൽ തന്നെ ഇത്രയധികം ഉയർന്നത്. അപ്പൊ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യ ഒരു പാഠം പഠിക്കണം, മലയാളികൾ ഒരു പാഠം പഠിക്കണം. ആവശ്യത്തിലധികം സ്വർണം വാങ്ങി വെക്കരുത്. അതുപോലെ സ്വർണം എപ്പോൾ വാങ്ങണം? ഒരു നല്ല എന്താ പറയുക, അസറ്റാണ് സ്വർണം. മൂല്യം സൂക്ഷിക്കാൻ നല്ല ഒരു അസറ്റാണ്. പക്ഷേ വില കൂടിയിരിക്കുമ്പോഴല്ല വാങ്ങി സൂക്ഷിക്കേണ്ടത്. വില കൂടിയിരിക്കുമ്പോൾ വിൽക്കുകയും വില കുറഞ്ഞിരിക്കുമ്പോൾ വാങ്ങുകയുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാറില് ഈ മാസം തന്നെ ഒരു നല്ല ഒരു നിലവാരത്തിലേക്ക് എത്തും. അത് താഴ്ത്തിക്കൊണ്ടുവരും. 20% താഴെയായിട്ട് ട്രംപ് ഡ്യൂട്ടി കുറയ്ക്കുമെന്നാണ് നാം വിചാരിക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്ന പക്ഷം തീർച്ചയായിട്ടും സ്വർണത്തിന്റെ വില
പതുക്കെ താഴേക്ക് വരും. ഇന്ത്യയുമായിട്ട് താരിഫ് കുറയ്ക്കുന്നതോടൊപ്പം തന്നെ ചൈനയുമായിട്ടുമുള്ള താരിഫിലും മാറ്റങ്ങൾ ഉണ്ടാകും. ആഗോള തലത്തിൽ താരിഫിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അതോടെ പിന്നെ അമേരിക്കയുടെ ഈ ട്രേഡ് വ്യാപാര യുദ്ധം നിൽക്കും. അങ്ങനെ വ്യാപാര യുദ്ധം നിന്നു കഴിഞ്ഞാൽ നമ്മുടെ അന്താരാഷ്ട്ര വ്യാപാരം പഴയതുപോലെ കുറച്ച് മാറ്റം കാണും. കാരണം ട്രംപ് ഇതുവരെ ചാർത്തിയിരുന്നതിനേക്കാൾ കൂടുതൽ ഡ്യൂട്ടിയാണ് എല്ലാ രാജ്യങ്ങളോടും ചാർത്തുന്നത്. ആ ഒരു മാറ്റമാണ് എങ്കിൽ തന്നെയും സമാധാനപരമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ സ്വർണത്തിന്റെ വില താഴും. അതുവരെ നമ്മുടെ ഉപഭോക്താക്കൾ നോക്കിയിരിക്കട്ടെ. അതായത് ഈ ഡിസംബർ കഴിയുന്നത് വരെ സ്വർണത്തിന്റെ വിലയിൽ വലിയ താഴ്ച ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കരുത്. എങ്കിലും അത് 1 ലക്ഷത്തിന് മുകളിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ സാഹചര്യം ശാന്തമായി വരുന്നു. അതുകൊണ്ട് 1 ലക്ഷത്തിന് മുകളിലേക്ക് പോകില്ല. പക്ഷെ 90ന്റെ മുകളിൽ കിടന്ന് സ്വർണത്തിന്റെ വില ഈ മാസം കൂടി കളിക്കാനാണ് സാധ്യത. കാരണം ക്രിസ്മസ് സീസണാണ് വരുന്നത്. ഒരു സംശയം, ഇതിലേറെ പ്രതീക്ഷ അല്ലെങ്കിൽ വിപണിക്ക് പ്രതീക്ഷ നൽകുന്ന മറ്റൊരു കാര്യം, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിച്ചേക്കും എന്നൊരു സൂചന അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ വരുമ്പോൾ അതൊരു ആശ്വാസകരമായ ഒരു മാറ്റം സംഭവിക്കുമോ? തീർച്ചയായിട്ടും അങ്ങനെ വരണം. കാരണം ഇപ്പോ യൂറോപ്പും അമേരിക്കയും മറ്റ് എല്ലാ രാജ്യങ്ങളും ചേർന്നാണ് ഒരു യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് റഷ്യയും ആഗ്രഹിക്കുന്നു. അത് അപ്പൊ അങ്ങനെ വരുമ്പോ അത് തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെയൊക്കെ വന്നാലും സ്വർണത്തിന്റെ വില തൽക്കാലം താഴുമെന്ന് വിചാരിക്കരുത്. ഒരുപാട് എന്നാ ഞാൻ പറഞ്ഞത് 90,000-നൊക്കെ താഴെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ വരുന്ന മാസം എന്ന് പറയുന്നത് ക്രിസ്മസ് മാസമാണ്. അതായത് യൂറോപ്പിലും UK-യിലും അതുപോലെ അമേരിക്കയിലും ഒക്കെ ക്രിസ്മസ് ആഘോഷ സീസണാണ്. അങ്ങനെ വരുമ്പോ അവിടെയൊക്കെ നമ്മൾ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ സ്വർണം വാങ്ങിക്കാൻ സാധ്യതയുണ്ട്. കൺസ്യൂമേഴ്സ്, വലിയ ഇൻവെസ്റ്റേഴ്സ് അല്ല, കൺസ്യൂമേഴ്സ് വാങ്ങാൻ ഇടയുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വർണത്തിന്റെ വിലയിൽ ഈ 90ന്റെ മുകളിൽ തന്നെ ഏകദേശം അല്ലെങ്കിൽ 90ന്റെ ചുറ്റുവട്ടത്തിൽ നിൽക്കാനാണ് സാധ്യത. പക്ഷെ ജനുവരി തൊട്ട് ഉള്ള കാലഘട്ടങ്ങളിൽ സ്വർണത്തിന്റെ വില താഴേക്ക് വരുമെന്ന് തന്നെ വേണം വിശ്വസിക്കാൻ. കാരണം ഈ പറഞ്ഞ യുക്രൈൻ റഷ്യ യുദ്ധം തീരുകയും വെസ്റ്റ് ഏഷ്യയിലെ സമാധാനം വരികയും ട്രംപിന്റെ വ്യാപാര യുദ്ധം അവസാനിക്കുകയും ചെയ്താൽ നമ്മുടെ ആഗോള സമ്പദ്ഘടന ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും സ്വർണത്തിന്റെ വില പതുക്കെ താഴേക്ക് വന്ന് ഒരു 70,000-60,000 റേഞ്ചിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്വർണം വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ കുറച്ച് വെയിറ്റ് ചെയ്യുക. ജനുവരി ഫെബ്രുവരി മാസം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ടും കൂടി പോവുകയാണെങ്കിൽ പിന്നെ ആർക്കും സഹായിക്കാൻ പറ്റില്ല. അതായത് ഈ ഡിസംബറിലെ ഈ ക്രിസ്മസ് സീസൺ, ന്യൂ ഇയർ സീസൺ അത്രയും കഴിയുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും സെറ്റിലായിട്ട് സ്വർണത്തിന്റെ വില പതുക്കെ താഴേക്ക് വരും. അന്നേരം സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ ഉയരും. അപ്പൊ ഇപ്പോഴത്തെ ഓർക്കണം, ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ രൂപയുടെ ഒരു സംശയം എനിക്ക് ചോദിക്കാനുള്ളത്, കാരണം ഇത്രയധികം കാലഘട്ടത്തിൽ നമുക്കറിയാം ഈ കോവിഡിന് ശേഷമൊക്കെയാണ് ഈ ഒരു റേറ്റ് വ്യത്യാസം ഏറ്റവും കൂടുതൽ സ്വർണ്ണ വിപണിയെ നമ്മൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. പക്ഷേ ഇതൊക്കെ എന്തെങ്കിലും കാലത്ത് പ്രഡിക്റ്റ് ചെയ്തിരുന്നോ? കാരണം കുറേയധികം ചരിത്രങ്ങളൊക്കെ അല്ലെങ്കിൽ കുറേ പ്രഡിക്ഷൻസ് വാർത്തകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു തിരിച്ചറിവിന് വേണ്ടി കൂടിയാണ്. ചിലപ്പോഴൊക്കെ 2030-ലൊക്കെ സ്വർണ്ണവില അതിക്രമിച്ചു കൂടി അങ്ങ് എത്തുമെന്നുള്ളൊരു റിപ്പോർട്ടുകൾ വരുമ്പോൾ ആശങ്കയുടെ ഭാഗമായിട്ട് തന്നെ ഇന്നേ ഇത്രയധികം പൈസ കൊടുത്ത് സ്വർണം വാങ്ങുന്ന ചില മണ്ടന്മാർ ഇപ്പോഴും ഉണ്ട്. ആ ഒരു സാഹചര്യത്തെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ്. ഈ ഒരു പ്രഡിക്ഷൻ മുന്നേ ഉണ്ടായിരുന്നു? ഇല്ല, 2030 ആകുമ്പോഴത്തേക്കും 1 ലക്ഷം കടക്കും എന്നുള്ള ഒരു പ്രഡിക്ഷൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ സ്വർണത്തിന്റെ വിലയൊക്കെ സാധാരണ നിരീക്ഷിക്കാറുള്ള കൂട്ടത്തിലാണ്. ഡോളർ രൂപ എക്സ്ചേഞ്ച് ഇപ്പൊ ഈ നോക്കണം, ഈ നമ്മുടെ രൂപയും ഡോളറും ഉണ്ടായതിനു ശേഷം, നമ്മുടെ ഇൻഡിപെൻഡൻസിന് ശേഷം ഏറ്റവും കൂടുതൽ നമ്മുടെ രൂപയുടെ മൂല്യം കുറഞ്ഞ ഒരു വർഷമാണിത്. 2025 ട്രംപ് ഭരണത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രൂപയുടെ മൂല്യത്തിൽ 4% ഇടിവ്, 5% ആയിട്ടില്ല, 4% ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് മിനിഞ്ഞാന്ന് 89.66 രൂപ ഈസ് ഈക്വൽ ടു $1 എന്ന നിരക്കിലേക്ക് ഡോളർ രൂപ എക്സ്ചേഞ്ച് റേഷ്യോ താണുപോയിരുന്നു. അതൊക്കെ നമുക്കുണ്ടായ ട്രേഡ് ഡെഫിസിറ്റ് കാരണം കൊണ്ടാണ് സംഭവിച്ചത്. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെപ്റ്റംബർ മാസത്തിൽ 770 കോടി ഡോളറാണ് പുറത്തേക്ക് വിട്ടത് ബാങ്കുകൾ വഴി. അതുപോലെ ഒക്ടോബർ മാസത്തിലെ 791 കോടി ഡോളർ പുറത്തേക്ക് വിട്ടു. അത്രയേറെ പണിപ്പെട്ട് റിസർവ് ബാങ്ക് കയ്യിലിരുന്ന ഡോളർ ശേഖരം പുറത്തേക്ക് വിട്ടത്
രൂപയുടെ മൂല്യം ഉയർത്താൻ വേണ്ടിയാണ്. അല്ലായിരുന്നെങ്കിൽ ഇതിനേക്കാളും രൂപയുടെ മൂല്യം താഴെ പോകുമായിരുന്നു. ഇനിയാണെങ്കിലും ഈ ട്രംപിന്റെ ട്രേഡ് യുദ്ധം അവസാനിച്ചില്ലെങ്കിൽ ഇനിയും രൂപയുടെ മൂല്യം ഇടിയാനാണ് സാധ്യതയുള്ളത്. അപ്പം ട്രേഡ് വാർ എത്രയും നേരം കുറഞ്ഞു വരട്ടെ. സ്വർണത്തിൽ നിക്ഷേപിക്കാനുള്ളവർ ഓൾറെഡി നിക്ഷേപിച്ചവര് അത് വിൽക്കാൻ പറ്റുന്നെങ്കിൽ വിൽക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വർണത്തിന്റെ വില ഏകദേശം മാക്സിമത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇനി വെസ്റ്റ് ഏഷ്യയിലെ സംഘർഷമൊക്കെ മാറുകയാണെങ്കിൽ ഒരു കാരണവശാലും 1 ലക്ഷത്തിന് മുകളിലേക്ക് സ്വർണത്തിന്റെ വില ഈ ഒരു അടുത്ത കാലത്തെങ്ങും പോകുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. വളരെയധികം നന്ദി മാം ഈ അവസരത്തിൽ പ്രതികരിച്ചില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.